ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാടൻ മുട്ടക്കറിയാണ്. ഈ മുട്ടക്കറിയുടെ പ്രത്യേകത അതിൽ ചേർക്കുന്ന ചെട്ടിനാടൻ മസാല തന്നെയാണ്. ഇത് നല്ല എരിവും രുചിയുമുള്ള അടിപൊളി മുട്ടക്കറിയാണ്. ഇത് നമ്മൾക്ക് പൊറോട്ടയോ ചപ്പാത്തിയോ അല്ലെ ചോറിനോ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. എന്നാൽ നമുക്ക് തുടങ്ങാമല്ലേ? ആദ്യം നമുക്ക് 5 മുട്ട ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു 10-12 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം അതിൽ തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് മുട്ട പൊളിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ചെട്ടിനാടൻ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു പാനിൽ 5-6 പിരിയമുളക്, ഒരു പീസ് പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ ജാതിപ്പൂവ്, ചെറിയ ഒരു കഷ്ണം തക്കോലം, ഒരു കൽപ്പൂവ്, 10-12 കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ സോമ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലി. ഇതെല്ലാം ചേർത്ത് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലക്കൂട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഇതിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊപ്ര ചേർക്കാം. കൊപ്ര ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ ചെട്ടിനാടൻ മസാല തയ്യാറായി കഴിഞ്ഞു. ഇപ്പം നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഒരു കടായിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൽ 1/2 ടീസ്പൂൺ നന്നായി അരിഞ്ഞ ഇഞ്ചി, 1/2 ടീസ്പൂൺ നന്നായി അരിഞ്ഞ വെളുത്തുള്ളി, 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ബ്രൗൺ ആവാൻ ഇതൊരു 3-4 മിനിറ്റ് പിടിക്കും. സവാള ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2 അരിഞ്ഞ പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മളിതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. കശ്മീരി മുളക് പൊടി ഉപയോഗിച്ചാൽ കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഇതിലേക്ക് സാധാരണ മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കുന്നതാണ്. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിൽ ടൊമാറ്റോ പ്യൂരി ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി റെഡിമെയ്ഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് 2 നല്ല പഴുത്ത ടൊമാറ്റോ അരച്ച് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞതിന് ശേഷം നമ്മളുണ്ടാക്കിയ ചെട്ടിനാടൻ മസാല ഇട്ട് കൊടുക്കാം. മസാല ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഇതിൽ 1 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗ്രേവി ഒരുപാട് തിക്കാണെങ്കിൽ നമുക്ക് ഒന്ന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. ഗ്രേവി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നമുക്ക് തിളപ്പിക്കാം. ചെറുതായി എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മുട്ടയ്ക്ക് നമുക്ക് ചെറുതായിട്ട് ഒരു കട്ട്സ് കൊടുക്കാം. മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം.
എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ച് ഒരു 3 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം. അതാ നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. എന്ത് നല്ല കളറാണ്, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ. ഇപ്പോൾ നമുക്ക് 1/4 കപ്പ് തേങ്ങയുടെ 1/4 പാല് ചേർക്കാം. എനിക്കിവിടെ തേങ്ങയുടെ ഫ്രഷ് ക്രീം കിട്ടും, അതാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു തിള വരുന്നവരെ മാത്രം ഒന്ന് തിളപ്പിച്ചാൽ മതി. ഒരു തിള വന്നതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. കണ്ടില്ലേ എന്ത് നല്ല കളറും നല്ല എണ്ണ തെളിഞ്ഞ് അടിപൊളി മുട്ടക്കറി തയ്യാറായിരിക്കുന്നു. അവസാനമായി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ മുട്ടക്കറി ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക.